നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ പുതിയ അടവുകളും തന്ത്രങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയം ഒന്നും ഇനി പറയാൻ പറ്റില്ല. അവരൊരിക്കലും അങ്ങനെ രാഷ്ട്രീയം പറയാറില്ല. മോഡിയുടെ മുഖം കാട്ടിയിട്ടൊന്നും കേരളത്തിൽ 10ന്റെ വോട്ട് കിട്ടില്ല, നമുക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു പോയ സ്ഥലത്ത് തൃശ്ശൂരിൽ തന്നെ ഏതാണ്ട് മുട്ടുമടക്കി തകർന്നടിഞ്ഞു പോയിരിക്കുക. ഒരിക്കൽ ജയിച്ച സ്ഥലത്ത് ബി ജെ പി രണ്ടാമത് ജയിക്കില്ല എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ അനുഭവം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ടയായിട്ട് വരുന്നു, ശബരിമല അജണ്ടയായിട്ട് വരുന്നു. ശബരിമല അജണ്ടയായിട്ട് ബി ജെ പി വരുമ്പോൾ അവർ നേരിടുന്ന പല പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ശബരിമലയിലെ കൊള്ള നടത്തിയത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിലെ ആളുകളാണ്, സഖാക്കളാണ്, ഇവിടെ ഭരിച്ചിരുന്നവരാണ് എന്നൊക്കെ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. പക്ഷേ ശബരിമല കൊള്ള വിഷയമാക്കിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് ഒരിക്കലും ബി ജെ പിക്ക് കിട്ടില്ല. കാരണം നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ശബരിമലയായിരുന്നു വിഷയം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ബി ജെ പി വല്ലാതെ ബഹളം ഉണ്ടാക്കി. എത്രയോ ഒരുപാട് കേസുകൾ സുരേന്ദ്രന്റെ മേലുണ്ടായി, അവരുടെ മേലുണ്ടായി. പക്ഷെ എന്തുണ്ടായി? അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ കിട്ടിയത് UDF കാരണം LDF തോൽപ്പിക്കണം എന്നാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഒരു ഭക്തൻ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള തീരുമാനിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് എത്ര മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ കഴിയും? ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് മണ്ഡലങ്ങളേ ഉള്ളൂ. ബി ജെ പിക്ക് തന്നെ അറിയാം. അവർ A ക്ലാസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൊരു 3-4 മണ്ഡലത്തിൽ ഒഴിച്ചാൽ ബി ജെ പിക്ക് ഒരു വിജയ സാധ്യതയും കേരളത്തിലില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വോട്ട് സ്വാഭാവികമായും UDF കിട്ടും. കാരണം അങ്ങനെയാണ്. ആരാണ് പ്രധാന എതിരാളിയും അവർക്കാണ് വോട്ട് ചെയ്യാറ്. ഇത് ശബരിമല വിഷയത്തിലല്ല, ഏത് വിഷയത്തിൽ ആന്റി ഇൻകംബൻസി വന്നു കഴിഞ്ഞാൽ ആന്റി ഇൻകംബൻസി വോട്ട് പ്രധാന എതിരാളിക്ക് കിട്ടും എപ്പോഴും. അതുകൊണ്ട് അത് കിട്ടില്ല. ഇനി ശബരിമല എങ്ങനെയാണ് ഇവരെ ഹിന്ദുത്വ വിഷയമാക്കി ഇവരെ ഏറ്റെടുക്കുന്നത്? നോക്കൂ, ശബരിമലയിൽ വലിയ കൊള്ള നടന്നു. ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് തന്ത്രിയാണ് എന്ന് പറയുന്നു. തന്ത്രിയെ രക്ഷിക്കാൻ ബി ജെ പി വരുന്നു. തന്ത്രിയെ രക്ഷിക്കാൻ ബി ജെ പി വരുന്നതോടുകൂടി പിന്നെ ബി ജെ പിക്ക് എന്താ? തന്ത്രിയാണ് കൊള്ളയെങ്കിൽ തന്ത്രിയെ പിടിക്കണ്ടേ? എന്താ ബ്രാഹ്മണനായാൾക്ക് സംരക്ഷണം വേണം? ഒന്നുമില്ലല്ലോ. അപ്പൊ തന്ത്രിയാണ് കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെങ്കിൽ തന്ത്രിയെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് കിട്ടില്ല. കാരണം ജനങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, തന്ത്രി ഇതിൽ പെട്ടിട്ടുണ്ട്. കാരണം തന്ത്രി ഇല്ലാതെ അറിയാതെ പറ്റില്ല, പൊതുജനങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ മന്ത്രി പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അറിയാൻ പോണേയുള്ളൂ. അപ്പൊ എന്തായാലും ഒരു ഹിന്ദുത്വ അജണ്ടയിലൂടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശബരിമല വിഷയം വോട്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം അവസാനത്തോടുകൂടി മോഡി കേരളത്തിൽ വരുന്നുവെന്നും അദ്ദേഹം ശബരിമല സന്ദർശിക്കുമെന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? ദേവസ്വം ഒരു സംസ്ഥാന വിഷയമാണ്. ദേവസ്വം ബോർഡ് സംസ്ഥാന ബോർഡാണ്. അത് മാറ്റണമെങ്കിൽ മോഡിക്ക് അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. ശബരിമല ഏറ്റെടുക്കും ഞങ്ങൾ, അതൊക്കെ സുരേഷ് ഗോപി തൃശ്ശൂർ ഏറ്റെടുക്കണ മാതിരിയാണ്. അങ്ങനെ ഏറ്റെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നിയമപരമായി സാധ്യമല്ലാത്ത ചില പ്രഖ്യാപനം നടത്തി പോകുന്നല്ലാതെ ശബരിമല വിഷയത്തിൽ കോൺക്രീറ്റ് ആയി ഇത് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ CBI വരുന്നു, ED വരുന്നു. CBI ED ഒക്കെ കേരളത്തിൽ എത്ര കണ്ടതാ? ഏതെങ്കിലും CBI കേസോ ഏതെങ്കിലും ED കേസോ ഇതുവരെ ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ? പിണറായി വിജയനെതിരെ എന്തൊക്കെ കേസ് കൊണ്ടിരുന്നു പറഞ്ഞു? അതില്ല. അപ്പോൾ ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് ബി ജെ പി പോകും. അതിൻ്റെ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നത് അങ്ങനെ മൃദു ഹിന്ദുത്വവും ഒക്കെ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ BJP CPM വോട്ട് പിടിക്കുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ BJP CPM വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതൊന്നും അത്ര എളുപ്പമല്ല കേരളത്തിൽ. ഏതാണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് പരസ്യമായി ചെയ്യുക വളരെ എളുപ്പമല്ല. ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങേ പറ്റൂ. അതുകൊണ്ട് തന്നെ BJPക്ക് എന്തെങ്കിലും നേട്ടം ശബരിമല കൊണ്ടുണ്ടാവും എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല.